ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയെക്കുറിച്ച് പഠിക്കാൻ ഭരണഘടനാ നിർമ്മാണ സമിതി 1948 ചുമതലപ്പെടുത്തിയ കമ്മിറ്റി ഏതാണ്? എ. എസ്. ആർ. ധാർ കമ്മിറ്റി, ബി. ഫസൽ അലി കമ്മിറ്റി, സി. JVP കമ്മിറ്റി. ആൻസർ എ. എസ്. ആർ. ധാർ കമ്മിറ്റി. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? എ. കുമരപ്പ കമ്മിറ്റി, ബി. ഫസൽ അലി കമ്മിറ്റി, സി. JVP കമ്മിറ്റി. ആൻസർ സി. JVP കമ്മിറ്റി. ആദ്യമായി ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടിയുള്ള ആവശ്യം ഉന്നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ഏതാണ്? എ. 1931 കറാച്ചി സമ്മേളനം, ബി. 1920 നാഗ്പൂർ സമ്മേളനം, സി. 1929 ലാഹോർ സമ്മേളനം. ആൻസർ ബി. 1920 നാഗ്പൂർ സമ്മേളനം. ഭാഷാടിസ്ഥാനത്തിൽ 1953 ആദ്യമായി രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? എ. ബോംബെ, ബി. മണിപ്പൂർ, സി. ആന്ധ്ര. ആൻസർ സി. ആന്ധ്ര. തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേക സംസ്ഥാനം എന്ന ആവശ്യവുമായി നിരാഹാരം അനുഷ്ഠിക്കുകയും അതിനെ തുടർന്ന് മരണപ്പെടുകയും ചെയ്തത് ആരാണ്? എ. പോറ്റി ശ്രീരാമലു, ബി. ടി. പ്രകാശം, സി. വിജയരാഘവാചാര്യർ. ആൻസർ എ. പോറ്റി ശ്രീരാമലു. ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം ഭാഷാടിസ്ഥാനത്തുള്ള പുനഃസംഘടനയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് എ. കുമാരപ്പ കമ്മിറ്റി, ബി. JVP കമ്മിറ്റി, സി. ഫസൽ അലി കമ്മിറ്റി. ആൻസർ സി. ഫസൽ അലി കമ്മിറ്റി. കേന്ദ്ര സർക്കാർ ഫസൽ അലി കമ്മീഷനെ നിയമിച്ചത് ഏത് വർഷം? എ. 1953, ബി. 1948, സി. 1956. ആൻസർ എ. 1953. തന്നിരിക്കുന്നവയിൽ ഫസൽ അലിയെ കൂടാതെ ഫസൽ അലി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന മറ്റംഗങ്ങൾ ഏതൊക്കെയാണ്? എ. സർദാർ പട്ടേൽ, ബി. KM പണിക്കർ, സി. HN ഖുസ്രു. ആൻസർ ബിയും സിയും. നാട്ടുരാജ്യങ്ങളിലെ മുൻ ഭരണാധികാരികൾക്ക് നൽകിയിരുന്ന രാജപ്രമുഖ സ്ഥാനം നീക്കം ചെയ്യാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? എ. ഷാ കമ്മിറ്റി, ബി. ഫസൽ അലി കമ്മിറ്റി, സി. JVP കമ്മിറ്റി. ആൻസർ ബി. ഫസൽ അലി കമ്മിറ്റി. മുൻ നാട്ടുരാജാക്കന്മാർക്ക് ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരുന്ന ധനസഹായമായ പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? എ. മൊറാർജി ദേശായി, ബി. നെഹ്റു, സി. ഇന്ദിരാഗാന്ധി. ആൻസർ സി. ഇന്ദിരാഗാന്ധി. ഫസൽ അലി കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഭാഷാടിസ്ഥാനത്തുള്ള സംസ്ഥാന രൂപീകരണത്തിന് 1956 അനുമതി നൽകിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? എ. 7ാം ഭരണഘടനാ ഭേദഗതി, ബി. 8ാം ഭരണഘടനാ ഭേദഗതി, സി. 9ാം ഭരണഘടനാ ഭേദഗതി. ആൻസർ എ. 7ാം ഭരണഘടനാ ഭേദഗതി. 1956 നവംബർ 1 ഭരണഘടനയുടെ 7ാം ഭേദഗതി പ്രകാരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടന്നപ്പോൾ ഇന്ത്യയിൽ ആകെ എ. 14 സംസ്ഥാനങ്ങൾ, 4 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ബി. 16 സംസ്ഥാനങ്ങൾ, 4 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, സി. 14 സംസ്ഥാനങ്ങൾ, 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ആൻസർ സി. 14 സംസ്ഥാനങ്ങൾ, 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. തന്നിരിക്കുന്നവയിൽ 1956 നവംബർ 1 രൂപം കൊണ്ട സംസ്ഥാനം: എ. കേരളം, ബി. തമിഴ്നാട്, സി. കർണാടക. ആൻസർ ഇവ മൂന്നും. ബോംബെ സംസ്ഥാനം മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിങ്ങനെ 2 പ്രത്യേക സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെട്ടത് എന്നാണ്? എ. 1956 നവംബർ 1, ബി. 1966 നവംബർ 1, സി. 1960 മെയ് 1.
ആൻസർ സി 1960 മെയ് 1. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട സംസ്ഥാനം തെലുങ്കാനയാണ് എന്ന്. എ 2014 ജൂൺ 2, ബി 2016 ജൂലൈ 4, സി 2015 ജൂൺ 4. ആൻസർ എ 2014 ജൂൺ 2. സിലബസ് അനുസരിച്ചുള്ള ക്ലാസുകൾ ധാരാളമുണ്ടെങ്കിലും ഒരു ടോപ്പിക് മാത്രം അടിസ്ഥാനമാക്കിയുള്ള മോക്ക് ടെക്സ്റ്റ് വീഡിയോകൾ പരിമിതമാണ്. മോക്ക് ടൈം എന്ന ഈ ചാനലിലൂടെ ഓരോ വിഷയത്തിലുള്ള നിങ്ങളുടെ അറിവ് സ്വയം വിലയിരുത്താനാകും. വീഡിയോകൾ ഉപകാരപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.